സാർ ഏതാണ്ട് മിക്ക ഇലക്ഷനുകളെ സംബന്ധിച്ചും ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ താങ്കളെപ്പോലെ വളരെ സീനിയറായ ചില മാധ്യമപ്രവർത്തകർ പുറത്തുവിടാൻ സാധ്യതയുണ്ട്. പോലീസ് വകുപ്പുമായി ഏറ്റവും അടുപ്പം ഉണ്ടെങ്കിൽ അതറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസ് തന്നെ അദ്ദേഹത്തിന് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഭരണം കഴിയും, CPM തീർന്നു എന്ന രീതിയിലാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് ശരിയാണോ എന്ന് അറിയില്ല. ഭരണവിരുദ്ധ വികാരം നേരിൽ കാണുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തോന്നിപ്പോകുന്നതാണ്. സാർ എന്താണ് സാർ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ അറിയാൻ കഴിയുന്നത്? സാറിന് ഒരുപാട് പോലീസ് സുഹൃത്തുക്കളൊക്കെ ഉള്ളത്. അതായത് നമ്മൾ പുറത്തുവിട്ട കഴിഞ്ഞ തവണത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലോകസഭയിലെയും അതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെയും കാര്യമാണ്. അതിൽ ലോകസഭയിൽ 18 സീറ്റിൽ UDF വിജയിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കുകയും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആലത്തൂരിൽ ജയിക്കും തോൽക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അവിടെ മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായത് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ അത് കറക്റ്റാണ്. അത് ലോക്സഭാ ഇലക്ഷനിൽ 18 സീറ്റ് UDF നേടി. അതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വൻ മുന്നേറ്റമുണ്ടാകും. കോർപ്പറേഷനിലും അതേപോലെ മുനിസിപ്പാലിറ്റിയിലും അതേപോലെ പഞ്ചായത്തുകളിലെല്ലാം UDF നന്നായി മുന്നേറ്റം വരും എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. അത് സത്യമായി വന്നു. ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കിയുള്ള റിപ്പോർട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സഹായത്തോടെ ഇൻ്റലിജൻസ് കൊടുക്കുന്ന റിപ്പോർട്ടാണ്. ഇതിൽ 100 മുതൽ 110 സീറ്റ് വരെ UDF വിജയിക്കുമെന്നും 2 സീറ്റ് 5 സീറ്റ് വരെ BJP വിജയിക്കുമെന്നും അതോടൊപ്പം ബാക്കി സീറ്റുകളിൽ LDF വിജയിക്കാം എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? 9 ജില്ലകളിൽ UDF തൂത്തുവാരുമെന്നാണ്. അതായത് 9 ജില്ലകളിൽ വേറെ ആൾക്ക് സീറ്റ് കിട്ടില്ല. LDFനോ BJPക്കോ സീറ്റ് കിട്ടില്ല. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് പത്തനംതിട്ട, ഒന്ന് കോട്ടയം ഇത്തവണ പത്തനംതിട്ട ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും UDF ആണ്. അതേപോലെ കോട്ടയത്ത് 3 സീറ്റിൽ UDFും 3 സീറ്റിൽ LDFും 6 സീറ്റിൽ UDF ആയിരുന്നു. എന്നാൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റും UDF നേടുമെന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അടുത്തത് ഇടുക്കിയിൽ 5 സീറ്റും UDF നേടുമെന്നാണ് പറയുന്നത്. അതേപോലെ എറണാകുളം ഇത്തവണത്തെ റിപ്പോർട്ടിൽ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഫുൾ സീറ്റും 14 സീറ്റും UDFന് അനുകൂലമാണ്. ഈ പത്തനംതിട്ടയും ഇടുക്കിയും അതേപോലെ എറണാകുളവും ഫുൾ സീറ്റ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFനാണ്. ഈ കോട്ടയം സീറ്റ് മാത്രമാണ് ഇത്തവണ 9-ൽ 6 ഉള്ളത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 നേടുമെന്നുള്ളതാണ്. ഇനി അടുത്തത് മലപ്പുറത്തെ 16 സീറ്റിൽ 16 ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFനാണ്. പൊന്നാനി എല്ലാ കാലത്തും LDFന് അനുകൂലമായി നിൽക്കുന്ന ഈ പറയുന്ന നിയമസഭ 16 വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനം ഞെട്ടിക്കുന്ന കാര്യം. കോഴിക്കോട് 13 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ 11 സീറ്റും LDFനാണ്. എന്നാൽ ഈ വരുന്ന കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് ഉള്ളത് 10 സീറ്റ് UDFന്, 3 സീറ്റ് LDFനാണ്. അതായത് നമ്മുടെ ബേപ്പൂർ 1313 വോട്ട്, അതേപോലെ കോഴിക്കോട് സൗത്ത് 5000-ഓളം വോട്ട്, അതേപോലെ ഇവിടെ നമ്മുടെ എലത്തൂര് നമ്മുടെ ശശീന്ദ്രൻ്റെ 5000-ഓളം വോട്ട്. ഈ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് LDFന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റും ബേപ്പൂരടക്കം മരുമോൻ്റെ, അതായത് മുഹമ്മദ് റിയാസ് മത്സരിക്കാൻ പോകുന്ന ജയിച്ചിട്ട് 38,000 വോട്ടിന് ജയിച്ചിട്ടുള്ള ബേപ്പൂരടക്കം ജയിക്കുന്നതാണ്. ഇനി അതിലപ്പുറത്തേക്കുള്ളൊരു സ്ഥലം കൂടി ഉണ്ട്, കാസർഗോഡ്. ഏതൊക്കെ എങ്ങനെ പറഞ്ഞാലും അവിടെ 2 സീറ്റ് ഉറപ്പായിട്ട് LDFന് നിൽക്കുന്നതാണ്. കാഞ്ഞങ്ങാടും ഹോസ്ദുർഗായിരുന്നു മുമ്പ്, ഇപ്പോഴത്തെ കാഞ്ഞങ്ങാട്, പിന്നെ തൃക്കരിപ്പൂരും. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതടക്കം 5 സീറ്റ്, അവിടെയുള്ള 5 സീറ്റും നേടുമെന്നാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അതായത് എത്ര സീറ്റ്? പിന്നെ വയനാട്ടിലെ 3-ൽ 3, അവിടെ മാനന്തവാടി LDFന് കൂടിയാണ്. കേളുചേട്ടനാണ് അവിടെ നമ്മുടെ മന്ത്രി. ആ MLA അവിടെ അടക്കം തൂത്തുവരും, 3 സീറ്റും തൂത്തുവരും. അപ്പോൾ എത്ര ജില്ലകളായി? 1 കാസർഗോഡ് 5, 2 കോഴിക്കോട് 13, 3 വയനാട് 3,
പിന്നെ മലപ്പുറം 16, പിന്നെ എറണാകുളം 14, പത്തനംതിട്ട 5, അതേപോലെ ഇടുക്കി 5, കോട്ടയം 9, അതായത് 70 സീറ്റ് ടോട്ടൽ. ഈ 70 സീറ്റിൽ 70 സീറ്റും അപ്പൊ തിരുവനന്തപുരം കൊല്ലം നോക്കേണ്ട കാര്യം പോലും അല്ല, നമ്മൾ അതിലേക്ക് കിടക്കാം. അപ്പൊ ഈ 70 സീറ്റിൽ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഒരൊറ്റ സീറ്റ് 8 ജില്ലകളിൽ UDF മാത്രമേ കിട്ടുള്ളൂ. LDF സീറ്റില്ല, BJP സീറ്റിലാണെന്നാണ്. എന്താണ് ഇതിന്റെ കാരണം പറയുന്നത്? ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിൽ നേതാക്കന്മാരുടെ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ വരാൻ പോകുന്നതിൽ അങ്ങനെയില്ല. വൻതോതിലുള്ള ഈ പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിക്കും. BJPയുടെ അണികളാണ്, CPM അണികളടക്കം ഇത്തവണ UDF അനുകൂലമായി വോട്ട് ചെയ്യും. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഭരണത്തിൽ വരുമെന്ന് കൃത്യമായി വന്നു കഴിഞ്ഞു. അപ്പോൾ അധികാരത്തിൽ വരും, LDF ഇറക്കാനുള്ള ശക്തി ആരാണ്? അവർക്ക് വോട്ട് പോകും എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അതായത് ഈ 8 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ പ്രത്യേകത എന്താ? ഇടുക്കി, പത്തനംതിട്ട, വയനാട് 3 ചെറിയ ജില്ലകളാണ്. ഈ 3 ചെറിയ ജില്ലകൾ ഒന്നിച്ചായ 13 സീറ്റാണ്. അപ്പോൾ ശരിക്കും 8 ജില്ലകൾ 6 ജില്ലകൾ കണക്കൂട്ടിയാൽ മതി ശരിക്കും ഒറ്റ നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ 8 ജില്ലകളുടെ തൊട്ടുകൊണ്ട് തന്നെ UDF ഭരണം പിടിക്കും. പിന്നെ വരുന്നത് കണ്ണൂരിൽ ധർമ്മടത്ത് കഴിഞ്ഞ തവണ 58,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിരുന്ന സ്ഥലമാണ്. അവിടെ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടായി ചുരുങ്ങി. അങ്ങനെ വരാൻ പാടില്ലാതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അവിടെ നെക്കാണെന്നാണ് പറയുന്നത്. നെക്ക് പിണറായി വിജയൻ നിൽക്കുകയാണ്, ജയിച്ചാൽ ജയിച്ചു എന്നുള്ള അവസ്ഥയാണ്. അത്രയും ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അഴീക്കോട് ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഡാണ് UDF. പിന്നെ പേരാവൂർ, ഇരിക്കൂർ, നമ്മളെ അതേപോലെ തന്നെ ശൈലജ മത്സരിച്ച സ്ഥലമുണ്ടല്ലോ സാർ, മട്ടന്നൂര് ഇപ്പോഴത്തെ ഇതിൽ 13,000 വോട്ടിന്റെ ലീഡാണ് UDF അല്ല LDF അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ തളിപ്പറമ്പ് UDF ആര്? നമ്മളെ MV ഗോവിന്ദന്റെ മണ്ഡലത്തിൽ UDF പയ്യന്നൂരും കല്യാശ്ശേരിയും ധർമ്മടവും മട്ടന്നൂരും തലശ്ശേരിയുമായിരിക്കും ഉറപ്പായിട്ടും CPM കിട്ടാൻ പോകുന്ന സീറ്റ്. അത്രേ ഉണ്ടാവുള്ളൂ. കണ്ണൂർ, കാസർഗോഡും കൂടെ 5-6 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതും CPM ഉറച്ച കോട്ട ആയതുകൊണ്ടും വളരെ താഴേക്കും വോട്ട്, അത് വളരെ കുറച്ച് ലീഡേ ഉണ്ടാവും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ലീഡൊന്നും കിട്ടില്ല. അത്രയും ഭീകരമായ രൂപത്തിൽ പിണറായി വിരുദ്ധ, സർക്കാർ വിരുദ്ധ തരംഗം കേരളത്തിലുണ്ട്. അത് UDF താല്പര്യമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കി, മറിച്ച് സർക്കാരിനുള്ള വിരോധമാണ്. അത് BJP അണികൾ അടക്കം ഇത്തവണ ആഗ്രഹിക്കുന്നത് ഭരണം മാറ്റമാണ്. ഇവർ തമ്മിൽ യോജിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയാൽ പോലും അത് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. BJP അണികളായാലും CPM അണികളായാലും ഈ ഭരണം മാറണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഈ മാറ്റം വേണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന ആളുള്ളത്. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് പാലക്കാടാണ്. അതിനിടയിലുള്ള 2 സ്ഥലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കോഴിക്കോടും അതേപോലെ മലപ്പുറവും. ഇനി ഏറ്റവും പറയാവുന്ന സ്ഥലം പാലക്കാടാണ്. പാലക്കാട് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ വല്ലാത്ത തിരിച്ചടിയാണ് LDF കിട്ടിയിരിക്കുന്നത്. അവിടെയുള്ള മുനിസിപ്പാലിറ്റി കംപ്ലീറ്റ് ഒരു ബഹുഭൂരിപക്ഷം UDF കൊണ്ടുപോയി. അതേപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് BJPക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷെ അവിടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ UDF മുൻതൂക്കം 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാടുള്ളതിൽ 5 സീറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ 5 സീറ്റ് UDF ഉറപ്പാണ്. 6 സീറ്റാണ്, മൊത്തം 12 സീറ്റാണ്. 7 സീറ്റ് 2 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാം എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. തൃശ്ശൂരിലെ ഫലത്തിൽ എത്ര കിട്ടും സാർ? CPM LDF എത്ര കിട്ടും? LDF 32 വരെ 38 വരെ ആകാം, അത് 28 വരെ ആകാം. 100-110 സീറ്റ് വരെയാണ്. ഞാൻ പാലക്കാടത്തെ കാര്യമാണ് ചോദിച്ചത്. പാലക്കാട് 12 സീറ്റിൽ 7 സീറ്റ് വരെ LDF കിട്ടാം, 5 സീറ്റ് UDF കിട്ടാം. 7 സീറ്റ് കിട്ടാമെന്നേ ഉള്ളൂ. ഇപ്പം തൃത്താല, ചിറ്റൂര്, പാലക്കാട്, പട്ടാമ്പി, അതേപോലെ മണ്ണാർക്കാട്, ഈ 5 സീറ്റാണ് UDF അനുകൂലമായി. സ്ഥാനാർത്ഥിയായിട്ട് ചിലപ്പം ഇദ്ദേഹം തന്നെ വരും, രാഹുലിനെ മാറ്റി ഷാഫിനെ വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ വെച്ചാൽ വടകര വീണ്ടും ഇലക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് വേറെ പ്രാപ്തരായ സ്ഥാനാർത്ഥി കൊണ്ട് അവിടെ മറ്റിമറിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങള് ഒന്ന്
കോങ്ങാട് അട്ടിമറിയാൻ സാധ്യതയുണ്ട്. കോങ്ങാട്. കോങ്ങാട് അട്ടിമറിയാൻ സാധ്യതയുണ്ട്. ചിറ്റൂർ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലം UDF നേടും എന്നുള്ളതാണ് ചിലപ്പോ പറയുന്നത്. ഇപ്രാവശ്യത്തെ നല്ല ലീഡായിരുന്നു ലീഡായിരുന്നു UDF. അപ്പം പിന്നെ ആലത്തൂര്, നെന്മാറ, അതേപോലെ അരൂര്, തരൂര് ഇതൊക്കെയാണ് മണ്ഡലങ്ങൾ. ആലത്തൂർക്ക് യു ഡി എഫ് ഷൊർണൂര് ഇവിടങ്ങളിൽ ഒരു 2 മണ്ഡലം കൂടെ UDF അനുകൂലമാകാം. അങ്ങോട്ടും ഇങ്ങോട്ടും. ആലത്തൂര് യു ഡി എഫിന് കിട്ടുമോ? ആലത്തൂര് അവിടെ കഴിഞ്ഞ രമ്യ ഹരിദാസ് അവിടെ ഭൂരിപക്ഷം നേടിയില്ലേ? എന്തുകൊണ്ടായിക്കൂടാ? അവിടെ ഷൊർണൂരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ഏറ്റവും ഭൂരിപക്ഷമുള്ള CPM-ന്റെ ശക്തി കോട്ടയായിരുന്നു ഷൊർണൂര്. അപ്പൊ അത് അതെ അതെ ഈ രൂപത്തില് ഒരു ശശി. പാലക്കാട് വരെ സാർ പറഞ്ഞു. ഇനി നമുക്ക് മറ്റു ജില്ലകളിൽ തൃശ്ശൂരില് ശരിക്കും ഇടതുപക്ഷത്തിന് അത്യാവശ്യം പിൻബലമുണ്ട്. എന്നിരുന്നാലും അവർക്ക് ഒരു 5 സീറ്റ് വരെ UDF നേടാം. ഇടതുപക്ഷത്തിന് പിൻബലം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ കോർപ്പറേഷൻ വരത്തില്ലല്ലോ. അല്ല, കോർപ്പറേഷൻ ഏരിയ UDF-നാണ്. ബാക്കി മുനിസിപ്പാലിറ്റിയിൽ ഇരിഞ്ഞാലക്കുട മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങളെല്ലാം UDF-ന്. ചാലക്കുടിയും മാത്രമാണ്. ചാലക്കുടിയും UDF-ന് കിട്ടിയിട്ടുള്ളൂ. ചാലക്കുടി UDF-നാണ്, ഇരിഞ്ഞാലക്കുട UDF-നാണ്. അതേപോലെ ഇവിടെയും ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും LDF ആണ് വിജയിച്ചിട്ടുള്ളത്. ഇത് നോക്കുകയാണെങ്കിലും നിയമസഭാ അടിസ്ഥാനം നോക്കുകയാണെങ്കിലും 10 സീറ്റോളം UDF-ന് LDF-ന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. പക്ഷെ അത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ 5 മുതൽ 6 സീറ്റ് വരെ UDF-ന് നേടാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെൻഡ് വന്നോടുകൂടിയിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ്. അത് BJP-ക്ക് അനുകൂലമായ വോട്ടുകൾ പോലും, അല്ലെങ്കിൽ CPM-ന് അണികളിൽ നിന്നുള്ള വോട്ട് പോലും UDF-ന് അനുകൂലമായി കിട്ടും എന്നുള്ളതാണ് തൃശ്ശൂരിലെ റിപ്പോർട്ട്. ഇനി ഏറ്റവും പ്രധാനം എറണാകുളം ഫുൾ സീറ്റ് UDF-ആണ്. 14. ഇനി ഇടുക്കിയും UDF-നാണ്, കോട്ടയം UDF-നാണ്, പിന്നെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ഈ ആലപ്പുഴയിൽ എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഭൂരിപക്ഷവും UDF-ന് അനുകൂലമാണ്. ആലപ്പുഴ അടക്കം UDF-നാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ അവിടെയുള്ള 9 സീറ്റിൽ 4 മുതൽ 5 സീറ്റ് വരെ UDF-ന് നേടാമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഏറ്റവും ഒരു അട്ടിമറി നടക്കാൻ സാധ്യത, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ കായംകുളം ശോഭാ സുരേന്ദ്രൻ നേടാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുമുണ്ട്. അവിടെ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള കൃത്യമായിട്ട് അവർ അവിടെ കായംകുളത്ത് ഒരു സീറ്റ്. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആലപ്പുഴയിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള 8 സീറ്റിൽ ഒരു 4 സീറ്റ് UDF-നും 5 സീറ്റ് CPM ഇടതുപക്ഷത്തിനും നേടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആലപ്പുഴ എന്നുള്ളത്. ഇനിയിപ്പം കൊല്ലത്തേക്ക് കടക്കുകയാണെങ്കിൽ കൊല്ലത്ത് ഇതേപോലെ ഈക്വൽ ആയിട്ടുള്ള സമീപനമാണ്. കൊല്ലം മെയിൻ സിറ്റി, അതായത് മുകേഷ് മത്സരിക്കുന്ന സ്ഥലം UDF നേടുന്നു എന്നുള്ളതാണ്. അവിടെ പ്രാവശ്യം കോർപ്പറേഷൻ അവർ നേടിക്കഴിഞ്ഞു. 27 സീറ്റോട് കൂടെ UDF നേടിക്കഴിഞ്ഞു. കൊല്ലം നഗരഹൃദയം UDF നേടുന്നു. അതേപോലെ കുണ്ടറ, കരുനാപ്പള്ളി, ചവറ, അതുപോലെ പത്തനാപുരം അടക്കം 12 കൊട്ടാരക്കര മാത്രം. ഗണേശാണ് സാർ. ഗണേശന്റെ മണ്ഡലത്തിൽ പ്രാവശ്യം ലീഡാണ് UDF-ന്. അവിടെയുള്ള എല്ലാ പഞ്ചായത്തുകളും UDF. ബാലഗോപാലിന്റെ ഏരിയയിലും അട്ടിമറിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. കൊല്ലത്ത് ടോട്ടൽ എത്ര സീറ്റ്? കൊല്ലത്ത് 12 സീറ്റില് ചിലപ്പോൾ 5 സീറ്റ് 6 സീറ്റ് UDF കൊണ്ടുപോവാം. ചാത്തന്നൂർ നേരത്തെ BJP-ക്ക് അനുകൂലമായി വന്നിരുന്നെങ്കിലും പക്ഷെ ചാത്തന്നൂർ പിന്നോട്ട് പോയി. ഇനി CPI ആണ്. പിന്നെ അടുത്തത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് 14 സീറ്റാണുള്ളത്. ഈ 14 സീറ്റില് ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ CPM-ന് അനുകൂലമായിട്ടുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ തിരുവനന്തപുരത്ത് 2 സീറ്റിലാണ് BJP മുന്നിലുള്ളത്. ഒന്ന് നേമവും ഒന്ന് വട്ടിയൂർക്കാവും കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കളിയൊന്നും അല്ല വരാൻ പോണത്. ഈ ട്രെൻഡ് അങ്ങോട്ട് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പിണറായി വിരുദ്ധ സമീപനമുള്ളത്. അവിടെ ഒരു 7-8 സീറ്റ് വരെ UDF നേടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിവാൻഡ്രം, വട്ടിയൂർക്കാവ്, കോവളം, അതേപോലെ വർക്കല ഇത്തവണ അട്ടിമറിയും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അതേപോലെ പാറശാല കോൺഗ്രസ് നേടുമെന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം UDF-ന് LDF-ന് വോട്ട് ഭൂരിപക്ഷം LDF-ന് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ രൂപത്തിൽ കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഒരു നിർണായക ഘടകമാണ്. സ്ഥാനാർത്ഥി നിർണയം പ്രധാനമാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി ആയി വരും. അവിടെ വിജയിക്കും. BJP ജയിക്കും. വട്ടിയൂർക്കാവ് UDF-ന് അനുകൂലമാണ് എന്നാണ് പറഞ്ഞത്. K. മുരളീധരൻ നിൽക്കണം.
ഉറപ്പായിട്ടും ജയിക്കും. വട്ടിയൂർക്കാവ് അടക്കമുള്ള മേഖല കംപ്ലീറ്റ് ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ ട്രെൻഡ് ഉണ്ടല്ലോ, അവിടെ BJPക്ക് കുറെ അനുകൂലമായെങ്കിലും അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവില്ല. കാരണം ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നത്. BJP എന്തായാലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് BJP അണികളടക്കം UDF അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധ്യതയേക്കാണ്. സാധാരണ അതിന്റെ കടുത്ത BJP അല്ല, ഭരണമാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഇലക്ഷനിൽ. എങ്ങനെയായാലും പിണറായി ഭരണം അവസാനിക്കണമെന്ന് CPM അണികൾ, പ്രത്യേകിച്ച് VS അച്യുതാനന്ദനോട് താല്പര്യമുണ്ടായിരുന്ന പഴയ കാലത്തെ CPM അണികൾ, തിരുവനന്തപുരം മുതൽ ഏറ്റവും അധികം ബാധിക്കുന്ന എറണാകുളം വരെയുള്ള ഏരിയയാണ്. എറണാകുളം വരെ ഏരിയയുള്ള CPM LDF ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത് അച്യുതാനന്ദന്റെ അണികൾ, പണ്ടുണ്ടായിരുന്ന അണികൾ പൂർണ്ണമായിട്ടും UDF അനുകൂലമായി വോട്ട് ചെയ്യും. അല്ല, മരണമാറ്റം ആഗ്രഹിക്കുന്ന നിഷ്പക്ഷരായ ആളുകൾ വോട്ട് ചെയ്യും. എന്തിന് BJP അണികൾ പോലും ഭരണമാറ്റം വേണമെന്നുള്ള രൂപത്തിൽ UDF വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും ഇത് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് CPM ഇതോടുകൂടി ഇല്ലാതാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചന ഇതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.